മതി 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 മതി, ആരും അങ്ങനെ ഓവർ ആവണ്ട. അബ്ബാസ്ക്ക് അങ്ങനെ പറഞ്ഞുവെങ്കിലും നമ്മളുടെ എല്ലാവരുടെയും കൂട്ടസന്തോഷത്തിൽ പങ്കുചേരുന്നതിനായി ഇപ്പോൾ തന്നെ അദ്ദേഹം ഒരു ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും. മോനെ, ഞാൻ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഇവ പറഞ്ഞ പോലെ വിമാനം കൊളംബോ വഴി മലർന്ന് പറക്കണം. ആ, നാടൊട്ടാകെ പാടവും പറമ്പും വാങ്ങിയിട്ട മുതലാളിമാർക്കാ പിശുക്ക് കൂടുതല്. അതേടാ, ഞാൻ പിശുക്കനായ മുതലാളിയാ. നാട്ടിൽ പാടവും പറമ്പും വാങ്ങി കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ രാവും പകലും വിശ്രമില്ലാതെ അധ്വാനിച്ചിട്ടാ. അല്ലാതെ ക്യാഷ് കൗണ്ടറിൽ നിന്ന് റിയാൽ വലിച്ചുണ്ടാക്കിയിട്ടോ ബാങ്കിൽ അടക്കാൻ തന്ന പണവുമായി മുങ്ങിയിട്ടോ അല്ല. അത് പറഞ്ഞ് നിങ്ങളെന്താ എന്നെ നോക്കുന്നേ? നിങ്ങളെ നോട്ടം കണ്ടാ തോന്നൂ ഞാൻ ഇതിനു മുമ്പ് പണപ്പെട്ടിയുമായി മുങ്ങിയിട്ടുണ്ടെന്ന്. പറഞ്ഞ പോലെ പണപ്പെട്ടിയുമായി മുങ്ങുന്ന കാര്യം പറഞ്ഞ് നിങ്ങൾ ഇവനെ നോക്കിയത് തീരെ ശരിയായില്ല. ഇവൻ കാഷ് കൗണ്ടറിൽ നിന്ന് റിയാൽ വലിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം കൂടി അബ്ബാസ്ക മുൻകൂട്ടി പറഞ്ഞതാണ്. ആ വിഷയത്തിനെ പിടിച്ച് ഇനി ആരും തൂങ്ങണ്ട. കുമ്പളം കട്ടവനെ തപ്പി നോക്കിയാൽ അറിയാം. അപ്പോ ടിക്കറ്റിന്റെ കാര്യം? താരങ്ങളുടെ സിനിമാറ്റിക് ഡാൻസും മിമിക്രിക്കാരുടെ വളിഞ്ഞ കോമഡിയും കാണാൻ ഈ മരുഭൂമിയിൽ അധ്വാനിച്ച കാശ് തൽക്കാലം ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്റെ ഭാര്യയോടും മക്കളോടും ഒപ്പം നാട്ടിലുള്ള നാളത്തൊരു ജീവിതം, അതിനുവേണ്ടിയാണ് ഞാനിവിടെ അധ്വാനിക്കുന്നത്. അല്ലെങ്കിലും നമ്മൾ പ്രവാസികൾ എന്തൊരു വിഡ്ഢികളാ. കാശ് ഭാരാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്റ്റേജ് ഷോക്ക് ടിക്കറ്റ് എടുത്ത് അവരുടെ പാട്ടിനൊപ്പിച്ച് തുള്ളിച്ചാടി കളിക്കുക. അതിൻ്റെ CD കാണുന്ന നാട്ടുകാർക്ക് മുമ്പിൽ നമ്മൾ 6 ബോറന്മാരാണെന്ന് കാണിച്ചു കൊടുക്കുക. ഈ വരുന്ന ഗായകരെല്ലാം സ്റ്റേജിൽ ശരിക്ക് പാടുന്നുണ്ടെന്നാ നിങ്ങളുടെ വിചാരം? ട്രാക്കിലല്ലേ പാട്ട്. അതുകൊണ്ട് ഈ പരിപാടിക്ക് തൽക്കാലം ഞാനും വരുന്നില്ല. അപ്പോഴേ ആ 50 റിയാൽ ഇങ്ങോട്ട് തന്നേക്ക്. എന്റെ കുടുംബത്തിന് 4 ദിവസം പട്ടിണിയില്ലാതെ കഴിയാൻ ആ 50 റിയാൽ മതി. ഇപ്പോഴാ എനിക്കതിന്റെ വിഡിത്തം മനസ്സിലായത്. വിറ്റ ടിക്കറ്റ് തിരിച്ചെടുക്കില്ല. സാരല്ല, എന്റെ 50 റിയാല് സൗകര്യം പോലെ നിന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ എടുത്തോളാം. ഈ ടിക്കറ്റ് നിന്റെ പോക്കറ്റിൽ ഉണ്ടാവും. എന്നെ പിടിക്കും. നിന്നേക്ക് വിശ്വസിച്ച് എന്നെ ചവിട്ടണം. നിങ്ങളൊക്കെ വന്നില്ലെങ്കിൽ എനിക്കൊരു ചൊക്കുമില്ല. ഈ റൂമിലുള്ള 4 ലൂക്കിലുകൾ വിചാരിച്ചാലൊന്നും ഈ പ്രോഗ്രാം സൂപ്പി തോൽക്കൂല. പ്രവാസികൾക്കിടയിൽ ആയിരക്കണക്കിന് മന്ദബുദ്ധികൾ പല റൂമിലുണ്ട്. ഈ ടിക്കറ്റ് ഞാൻ അവിടെ ചെന്ന് പിടിപ്പിച്ചോളാം. വല്ല നല്ല കാര്യം ചെയ്യാൻ നോക്കടാ. നീ മിണ്ടരുത്. ഈ റൂമിലേക്ക് താമസം മാറ്റിയ ശേഷമല്ലതാ നീയൊക്കെ വലിയ നല്ലവനായത്. അതെ, പണ്ട് ഞാൻ മഹാപോക്കായിരുന്നു. അതുകൊണ്ടായിരുന്നടാ നീയൊക്കെ കൊണ്ടുവന്നിരുന്ന ടിക്കറ്റ് ഞാൻ എടുത്തിരുന്നത്. ഈ റൂമിൽ വന്നതിന് ശേഷമാ ഞാനൊരു മര്യാദക്കാരനായത്. അത് നിന്നെ കണ്ടിട്ടല്ല, ഈ റൂമിലെ വേറെ ചിലരെ കണ്ട് പഠിച്ചിട്ടാ. ഓ, ഒരു മര്യാദക്കാരൻ. ഇങ്ങോട്ട് മാറണം. അല്ല പിന്നെ ഇങ്ങോട്ട് താടം. ടിക്കറ്റ് എടുക്കാത്തവനെ അങ്ങനെ പോസ്റ്റ് ഓഫീസ് സൂഹിക്കണ്ട. അല്ല വരാതികള്.